താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഈ കഴിഞ്ഞ ദിവസം പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചൊരു സഹോദരൻ്റെ ചോദ്യം. ഈ ചോദ്യം നിങ്ങൾക്ക് അപരിചിതമല്ല. കാരണം നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരോട് പലതവണ ചോദിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുള്ളതുമായ ഒരു ചോദ്യമായിരിക്കാം. ചോദ്യം ഇതാണ്: ദേവദാസനെ, നിങ്ങളൊക്കെ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ എല്ലാം കിട്ടുമോ? പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തിന് പരിഹാരം വരുത്തി തരുവാൻ കഴിയുമോ? വളരെ വിഷമം തോന്നി ഒരു ഭക്തൻ എന്ന നിലയിൽ, ആ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്നവനെന്ന നിലയിൽ. നിങ്ങൾക്കൊക്കെ പല വിഷയങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ വിധത്തിലുള്ള ചോദ്യങ്ങളുണ്ടാകാം. ഈ വിഷയത്തിന് പരിഹാരം തരുവാൻ ദൈവത്തിന് കഴിയുമോ? അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമോ? അല്ലേ? ആ ചോദ്യം ഉള്ളതല്ലേ? അപ്പോൾ ആ സഹോദരന് ഒരൊറ്റ വാക്യം കൊണ്ട് തന്നെ, അങ്ങനെയുള്ള ഒത്തിരി വാക്യങ്ങൾ ബൈബിളിലുണ്ട്, മറുപടി കൊടുക്കുവാൻ എനിക്ക് കഴിയും. പക്ഷേ സംശയം തീരത്തില്ല. അതല്ലേ പ്രശ്നം. പലപ്പോഴും ഇവിധത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്, പല വാക്യങ്ങളും മറുപടിയായി കിട്ടിയിട്ടുണ്ട്, പക്ഷേ സംശയം പിന്നെയും ബാക്കി നിൽക്കുക. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ സംശയം നിവർത്തി വരുത്തി തരുവാൻ പോവുക. സ്തോത്രം. അപ്പോൾ ഇന്ന് നമ്മുടെ ചിന്ത നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്ന 3 അടിസ്ഥാന ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ അടിസ്ഥാന വിഷയങ്ങളിൽ, ഞാൻ ഏറ്റവും വിലമതിക്കുന്ന, വിലയേറിയതായി കാണുന്ന 3 വിഷയങ്ങളിൽ ദൈവിക ഇടപെടലും അതേ തുടർന്ന് ഭക്തൻ അനുഭവിക്കുന്ന ആ വിടുതലും. അപ്പോൾ ആ 3 വിഷയങ്ങൾ, ആ അടിസ്ഥാന വിഷയങ്ങൾക്ക് പരിഹാരം വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായി തന്നെ സംഭവിക്കും. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. 1, സന്തോഷം, സമാധാനം. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ആണോ? ആണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ആദ്യമായി ചെയ്യുന്ന അത്ഭുതമായി യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്, ഒരു ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന സന്തോഷത്തെ പുനഃസ്ഥാപിച്ചു. അല്ലെങ്കിൽ ആ സന്തോഷം നഷ്ടപ്പെട്ടു പോകാതെ അതിനകത്തുള്ള ഓരോ വ്യക്തികളെയും സന്തോഷത്തിൽ നിലനിർത്തിയ ആ അത്ഭുത സംഭവം വിവരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ അത്ഭുത സംഭവത്തോടു കൂടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ച്, ഭവനത്തിനകത്ത് സന്തോഷം, വീട്ടിനകത്ത് സന്തോഷം. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താ? അതാ സന്തോഷമാണ്. അല്പം സന്തോഷത്തിന് വേണ്ടിയാ, സമാധാനത്തിന് വേണ്ടിയാ, സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത്. സന്തോഷമായി, സമാധാനമായി, സ്വസ്ഥമായിരിക്കണം. എന്നാൽ അത് കിട്ടുന്നുണ്ടോ? ലോകപ്രകാരം പല നിലകളിൽ ശ്രമിച്ച് കിട്ടുന്നില്ല. എന്നാൽ വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ ഒരു ഭവനത്തിനകത്ത് സന്തോഷത്തെ നൽകിക്കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷത്തെ കർത്താവ് നൽകുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? അതങ്ങനെ സംഭവിക്കുക. ഓ ആമേൻ. അപ്പോൾ ആ വീട്ടിനകത്ത് സന്തോഷം വരിക, കാനാവിലെ കല്യാണ വീട്ടിൽ സന്തോഷം വരിക. അവിടെ സന്തോഷം നഷ്ടപ്പെടുവാനുള്ള കാരണം വീഞ്ഞ് തീർന്നു പോയി. ഒരു വിവാഹ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഇല്ലാതെ വന്നാൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന അലങ്കോലം, അത് മുഖാന്തരം ഉണ്ടാകുന്ന, അറിയാമല്ലോ, അത് ഞാൻ പറഞ്ഞു തരണമല്ലോ. അപ്പോൾ അത് വലിയ അസമാധാനമാണ്. ആ അസമാധാനത്തിന് അല്ലെങ്കിൽ ആ സന്തോഷമില്ലായ്മയ്ക്ക്, ദുഃഖത്തിന് പ്രത്യേകതയുണ്ട്. അത് അങ്ങനെ പെട്ടെന്നൊന്നും മാഞ്ഞു പോകത്തില്ല. കാരണം ആ ദുഃഖം ഒത്തിരി പേർ അനുഭവിക്കുന്നതാണ്. ഒത്തിരി പേരുടെ മുൻപിൽ ആ ഭവനത്തിലുള്ളവർ ദുഃഖിതരായി തീരുന്നതാണ്. അല്ലേ? വേദന അതാണ്. പലരുടെ മുമ്പിൽ ദുഃഖിതരായി തലകുനിക്കേണ്ടി വരുന്നു. പലരുടെ മുമ്പിലും നാണം കെട്ടും, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. പലർക്കും കാണുമ്പോൾ തന്നെ, നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു ഈർഷ്യയായി. അയ്യോ, അതിന് മുഖം കണ്ടാൽ മതി, ഇപ്പോഴും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വാടിത്തളർന്ന മുഖവും. അല്ലേ? സന്തോഷമില്ല. വീട്ടിനകത്ത് സന്തോഷമില്ല. കർത്താവ് നിന്റെ ഭവനത്തിനകത്ത് ആ സന്തോഷത്തെ തരിക. ആ ഇല്ലായ്മയെ പരിഹരിച്ചു, കാനാവിലെ കല്യാണ വീട്ടിലെ ഇല്ലായ്മയെ പരിഹരിച്ചു അതിനകത്ത് സന്തോഷം നൽകി വന്നു ചേർന്നവരുടെ സന്തോഷം ചോർന്നു പോകാതെ പരിപാലിച്ച കർത്താവ് നീയും നിന്നെ അറിയുന്നവരും സന്തോഷിക്കുവാൻ തക്കവണ്ണം നിന്റെ ഭവനത്തിനകത്ത് സന്തോഷത്തെ തരിക. ആ ഇല്ലായ്മയെ മാറ്റി സന്തോഷത്തെ തരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റെ ഭവനത്തിനകത്ത്, അതേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ഭവനത്തിനകത്ത് എൻ്റെ കർത്താവ് സന്തോഷത്തെ തരിക. ഓ സ്തോത്രം. കരയുക. ഒരു മുറിക്കകത്ത് ഭർത്താവിനൊന്നിച്ച് ഒരുമിച്ച് സന്തോഷമായി കിടന്നുറങ്ങിയിട്ട് എത്ര നാളായിരിക്കുന്നു? സഹോദരി, നിന്നോടാ.
സ്തോത്രം. ആ സന്തോഷത്തെ എൻ്റെ കർത്താവ് തരിക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. മാതാവേ പിതാവേ മക്കൾക്കൊപ്പം ആ ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി. പ്രതീക്ഷിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി വെച്ച് കാത്തിരിപ്പുണ്ട്. പക്ഷേ വന്നു കയറുന്നത് പറയുവാൻ കഴിയുന്നില്ല. മക്കളുടെ വരവ് മദ്യപിച്ച് ലക്കുകെട്ട് കൂട്ടുകാരുടെ പിന്നാലെ നടന്ന് ലോകത്തിൽ നിന്ന് കിട്ടുന്നത് കൊത്തിപ്പെറുക്കി തിന്ന് അതേ അവർ കടന്നു വരുന്ന കടന്നുവരവ് ആ ഡൈനിങ് ഹാളിലെ ദുഃഖത്തിന് കർത്താവ് അറുതി വരുത്തുക. അവിടെ എൻ്റെ കർത്താവ് സന്തോഷം തരിക. യെസ്, നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ ആ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ ഹാളിനകത്ത് സന്തോഷം വരിക. നിങ്ങൾ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പോകുക. ഓ താങ്ക് ഗോഡ്, നിങ്ങൾ ഒരുമിച്ച് അതെ മാതാവേ പിതാവേ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പോകുക. ആ അടുക്കളയിലെ ഇല്ലായ്മയെ മാറ്റി അടുക്കളയ്ക്കകത്ത് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ ഇല്ലായ്മ, ആ ശൂന്യതയെ കർത്താവ് മാറ്റി, അടുക്കളയിലെ ആ ദാരിദ്ര്യത്തെ കർത്താവ് മാറ്റി അവിടെ സന്തോഷത്തെ കൊണ്ടുവരിക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ആ സന്തോഷം, ഭവനത്തിനകത്ത് സന്തോഷം. അയ്യോ സുഖമായി സന്തോഷമായി കിടന്നുറങ്ങുന്ന ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ യേശുവിന് ആ സന്തോഷം തരുവാൻ കഴിയും. തീരുന്നില്ല. അതേ യോഹന്നാൻ സുവിശേഷം തന്നെ 20-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ പിന്നെയും ഒരു ഭവനത്തിനകത്ത് വളരെ ഭയപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യന്മാരായിരിക്കുകയാണ്. അവിടേക്ക് വാതിൽ തുറക്കാതെ മുറി അടച്ചിരിക്കെ തന്നെ അകത്ത് കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നോക്കൂ, 3.5 വർഷക്കാലം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ പരസ്യ ശുശ്രൂഷ ചെയ്തു. തൻ്റെ ജീവിതാവസാനത്തെ 3.5 വർഷക്കാലം. ഒരുപക്ഷെ ഇങ്ങനെ സംശയങ്ങളുള്ളവർ ചിന്തിക്കുന്ന ചിന്ത ഇതായിരിക്കണം, അന്ന് കർത്താവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് സന്തോഷം കിട്ടിയല്ലോ, ഇപ്പോൾ കർത്താവില്ലല്ലോ. നോക്കൂ, 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവില്ല. കർത്താവ് മരണപ്പെട്ടു. കർത്താവ് മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ്, അതായത് ഈ ലോകം വിട്ട് ദേഹവിയോഗം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു അവർക്ക് വേണ്ടി ഭയന്ന് സമാധാനമില്ലാതെ പേടിച്ച് ആ മുറിക്കകത്ത് ഒളിച്ചിരുന്നവർക്ക് വേണ്ടി ഇറങ്ങി വന്നു, പിന്നെയും വന്നു. അർത്ഥം, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി അവൻ വരും, സന്തോഷം തരും, സമാധാനം തരും, സ്വസ്ഥത തരും. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ലഭിക്കാത്ത ആ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അവൻ തരും. അതെ, അവർ എന്തുകൊണ്ടാ സമാധാനമില്ലാതെ ആയിരുന്നേ, അല്ലെങ്കിൽ ഭയപ്പെട്ടായിരുന്നേ? ചുറ്റും റോമൻ പടയാളികളാണ്. ഏത് നിമിഷവും യേശുവിനെ അവർക്ക് ക്രൂശിക്കുവാൻ കഴിഞ്ഞു. ഇനി ശിഷ്യന്മാരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്തുവാൻ കഴിയും. അതുകൊണ്ട് അവർ എങ്ങനെ പാഞ്ഞ് വെകളി പിടിച്ച് അന്വേഷിച്ച് നടക്കുക. ഈ ശിഷ്യന്മാരെ കൂടെ തകർക്കണം, അവരെ കൂടെ ഇല്ലാതാക്കണം. നിങ്ങളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ശത്രുക്കൾ, അതെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ ശത്രുക്കളാണ്. ജോലി സ്ഥലത്ത് അവിടെ ശത്രുക്കളാണ്, പഠിക്കുവാൻ പോകുന്നിടത്ത് ശത്രുക്കളാണ്, പുറത്തിറങ്ങിയാൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് മിത്രങ്ങളെന്ന് നമ്മൾ കരുതുന്നവർ പോലും പലപ്പോഴും ശത്രുക്കളായി മാറുന്നു. എവിടെയും ഇറങ്ങിയാലും ശത്രുക്കളാണ്. ശത്രുക്കൾ മുഖാന്തരം ഭയന്ന് ഒളിച്ചായിരിക്കുന്ന അവസ്ഥ. അതെ മോനെ മോളെ നിന്നോടാ ശത്രുക്കൾ മുഖാന്തരം ഭയന്ന് ഒളിച്ചായിരിക്കുക. നിന്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നില്ല. ആ കോളേജിൽ നിന്റെ പഠനത്തിൽ ശത്രു. നോക്കൂ, വലിയ ശത്രു, നിങ്ങൾക്കുള്ളതിനേക്കാളും വലിയ ശത്രു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ഭയപ്പെടുത്തി ആ ഭയത്തിൽ അവർ ഒളിച്ചിരിക്കുക. കർത്താവ് യേശുക്രിസ്തു വന്ന് അവർക്ക് സമാധാനം അരുളി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെ പറഞ്ഞാൽ സമാധാനം ഉണ്ടാകുമോ? അങ്ങനെ പറഞ്ഞാൽ സമാധാനം ഉണ്ടാകത്തില്ല. തുടർന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്നത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിലാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവരെ ഭയപ്പെടുത്തിയവർക്ക് എല്ലാം ഭയമായി. ഓ താങ്ക് ഗോഡ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം എങ്ങനെയാണ് അതിനകത്ത് വെളിപ്പെട്ട് വന്നത്? ശത്രുക്കൾ അവരെ കണ്ട് ഭയപ്പെടുവാൻ തുടങ്ങി. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ കണ്ട് ഭയപ്പെടുവാനുള്ളത് എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ജോലി സ്ഥലത്ത്, തൊഴിൽ മേഖലയിൽ നിനക്ക് വിരോധമായി എഴുന്നു നിൽക്കുന്ന ശത്രു, ഈ ജോലിക്കാരനാകരുത് എന്ന് വെച്ച് എഴുന്നു നിൽക്കുന്ന ശത്രു, കുടുംബത്തിനകത്ത് എഴുന്നു നിൽക്കുന്ന ശത്രു, നിന്നെയും നിന്റെ ഭാര്യയും തമ്മിലകറ്റുവാൻ, നിന്നെയും നിന്റെ ഭർത്താവിനെയും തമ്മിലകറ്റുവാൻ എഴുന്നു നിൽക്കുന്ന ശത്രു, തലമുറകളുടെ ഭാവിക്ക് വിരോധമായി എഴുന്നു നിൽക്കുന്ന ശത്രു, അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് കളയുവാൻ, ഒന്നിനും കൊള്ളാത്തവരെ അവരെ ഒതുക്കി കളയുവാൻ തക്കവണ്ണം, അതേ നിങ്ങളുടെ ശരീരത്തെ തകർക്കുവാൻ തക്കവണ്ണം, ബലഹീനപ്പെടുത്തുവാൻ തക്കവണ്ണം എഴുന്നു നിൽക്കുന്ന ശത്രു കടക്കാരിയാക്കി തീർക്കുവാൻ. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ദേവദാസനെ ഈ ശത്രുക്കളെ ഒന്നും ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ശത്രുക്കളുണ്ട്, പക്ഷെ അവരുടെ പ്രവർത്തികളാണ് നിങ്ങൾ കാണാത്തത്. ആ പ്രവൃത്തിയെ ഞാൻ ഇങ്ങനെ പറയട്ടെ: മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, അതെ ക്ഷുദ്ര പ്രയോഗങ്ങൾ, ഇങ്ങനെ നേർച്ച കാഴ്ചകളും, അതെ പലതും ചെയ്ത്
നിങ്ങൾക്ക് വിരോധമായി എഴുന്നു നിൽക്കുന്ന ശത്രു, ആ ശത്രു നിങ്ങളെ കണ്ട് ഭയപ്പെടുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് തരും. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ സമാധാനം ഒന്നാമത്തെ അടിസ്ഥാനപരമായ കാര്യമാണ് സമാധാനം. എൻ്റെ യേശുവിന് നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ യേശുവിന് നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയും. ഇനി രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ, അധ്വാനിക്കുന്നവന് അവൻ്റെ പ്രാപ്തിക്ക് മേലെ പ്രതിഫലം നൽകുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അധ്വാനിക്കുന്നവന് ശ്രദ്ധിക്കണമേ, നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് ദൈവത്തിന് കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ കഴിയും. ദൈവം നൂല് കെട്ടി ഇറക്കിത്തരുമോ എന്ന് ചോദിച്ചാൽ ഇറക്കിത്തരും. അതൊക്കെ വേറെ തലത്തിലാണ്. അവിധത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ, അതെ, ജോലി ചെയ്യുവാനോ മറ്റെന്തെങ്കിലും കഴിയാത്ത വിധത്തിൽ, സഹോദരൻ നീ ആയിരിക്കുന്ന അവസ്ഥ, സഹോദരി ജോലി ചെയ്യാൻ പറ്റത്തില്ല, ശരീരം ബലഹീനമാണ്, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് നിനക്ക് നൂലിൽ കെട്ടി ഇറക്കിത്തരും. ഞാൻ പറഞ്ഞത് അധ്വാനിക്കുവാൻ കഴിവുള്ള, ജോലിയുള്ള, അതൊരു പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊത്തവണ്ണം ലഭിക്കാത്തൊരു ചെറിയ ജോലിയായിരിക്കാം, കഠിനമായ ജോലിയായിരിക്കാം, ജോലി സാഹചര്യങ്ങൾ വളരെ വെല്ലുവിളി സൃഷ്ടിക്കുന്നതായിരിക്കാം, നിങ്ങൾക്കെന്നും പ്രശ്നമാണ് ജോലി സ്ഥലത്ത് നിന്ന്. അങ്ങനെയുള്ള അവിടെ നിങ്ങൾ അർഹിക്കുന്നതിലും അധികം പ്രതിഫലം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ചുമ്മാതൊന്നുമല്ല. നോക്കി, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, വല കീറുമാറായി. ആരുടെ? പത്രോസ് വല വീശുകയായിരുന്നു കേട്ടോ, മുക്കുവനാണ്. അപ്പോൾ തനിക്ക് ഗലീല കടലിൽ നിന്ന് ആവശ്യത്തിനുള്ളത് കിട്ടണം, അത് കൊണ്ടുപോയി വിൽക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ ക്രമപ്പെടുത്തി തൻ്റെ വീട്ടിലേക്ക് പോകണം, ഇതായിരുന്നു ആഗ്രഹം. പക്ഷെ ഒരു ദിവസം പുള്ളി പരാജയപ്പെടുകയാണ്. പുള്ളിയുടെ അധ്വാനം മുഴുവൻ വേസ്റ്റായി. അതെ, ജോലി ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, അങ്ങ് വേസ്റ്റായി പോവുക. അതിനെ കർത്താവ് വലയ്ക്കകത്താക്കും. ആമേൻ. നിറയുമാറാക്കും. പലരും പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, മറ്റുള്ളവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയത്, കൊണ്ടുപോയത്, അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് സന്തോഷത്തോടെ ജീവിച്ചേനെ. അതെ, അത് തന്നെ. അങ്ങനെ പറയുന്നത് നിന്നോടാ. അത് വന്ന് നിറയുക. ആമേൻ. ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, പത്രോസ് വീശിയ ഓരോ വീശക്കത്തിനും തൻ്റെ വലയിൽ കിട്ടാനുള്ളതെല്ലാം അവസാനം ഒരുമിച്ച് വന്ന് കയറി. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ നിറവ് നീ അനുഭവിക്കുവാൻ പോവുകയാണ്. പത്രോസ് യേശുവിൻ്റെ വാക്ക് കേട്ടങ്ങ് വീശി വല എല്ലാം വലയ്ക്കകത്ത് വന്ന് കയറി. എല്ലാം നീ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന, ഒഴുകിപ്പോയി, വെറുതെ ആയിപ്പോയി എന്ന് കരുതുന്നതെല്ലാം വന്ന് കയറുക. വെറുതെ പോയി എന്ന് കരുതുന്നതെല്ലാം തിരികെ വരിക. താങ്ക് ഗോഡ്. നിറച്ചെടുക്കുവാൻ തക്കവണ്ണം, ചിലരെ ചേർത്ത് വലിച്ചു കയറ്റുവാൻ തക്കവണ്ണം നിന്റെ അധ്വാനത്തിന് എൻ്റെ കർത്താവ് ഫലം തരിക. ആ ജോലി സ്ഥലത്ത്, നിന്റെ ആ ബിസിനസ്സിൽ എൻ്റെ കർത്താവ് ഫലം തരിക. അമേൻ. പരാജയമാണ്, പക്ഷേ കർത്താവ് അതിനെ ജയമാക്കി തീർത്തു. പണം, നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കുവാനുള്ള പ്രാപ്തി എൻ്റെ കർത്താവ് തരും. നിങ്ങളുടെ കഴിവിനപ്പുറമായി നേടുവാനുള്ള പ്രാപ്തി എൻ്റെ കർത്താവ് തരും. അങ്ങനെയുള്ള ആയിരക്കണക്കിന് പേരെ പ്രൈസർ ഫാമിലിക്ക് അറിയാം. ഞങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ അവർ പറയുന്നതാണ്, ദേവദാസനെ ഭാഷ അറിയത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള അത്ര നല്ല വിദ്യാഭ്യാസമൊന്നുമല്ല കിട്ടിയിട്ടുള്ള, പിന്നെ എന്തോ കർത്താവിൻ്റെ കൃപ കൊണ്ട് ഒരു കോഴ്സ് പാസ്സായി, തട്ടിമുട്ടി കയറി. പിടിച്ചിരിക്കാൻ പറ്റുമോ? പിടിച്ചു നിന്ന് അധികം സമ്പാദിക്കുന്നവരുണ്ട്. ആമേൻ. കർത്താവ് കൃപ നൽകും. നിങ്ങളുടെ പ്രാപ്തിയേക്കാൾ അധികം നിങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും. 1, ഭവനത്തിനകത്ത് സന്തോഷവും സമാധാനവും. 2, നിങ്ങളുടെ അധ്വാനത്തിനൊത്തവണ്ണമുള്ള പ്രതിഫലം. ഇനി 3, നിങ്ങൾക്ക് വേണ്ട ആരോഗ്യം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തു ശിഷ്യനായ ശീമോനോടുകൂടെ, പത്രോസാണ് കേട്ടോ, അവനോടുകൂടെ അവൻ്റെ ഭവനത്തിനകത്ത് കടന്നു വരുമ്പോൾ അവിടെ പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നു. യേശു അവളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആ പനി വിട്ടുമാറി. അവൾ കർത്താവായ യേശു ക്രിസ്തുവിനും അവിടെ വന്നുകൂടിയവർക്കും ശുശ്രൂഷ ചെയ്യുവാനായി തുടങ്ങി. ആരോഗ്യമില്ല, വലിയ പ്രശ്നമാണ്. പിന്നെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം അല്ലേ? രോഗമാണ്, എന്നും രോഗമാണ്. കിടക്കയിൽ കിടക്കുന്ന അവസ്ഥ. കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ഇപ്പോൾ ആ ഭവനത്തിനകത്ത് വന്നിട്ടുണ്ട്. സഹോദര, കർത്താവ് നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക. താങ്ക് യു ലോർഡ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക. അതെന്നെ. ആമേൻ. കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കും നിന്റെ രോഗക്കിടക്കയിൽ നിന്ന്. മാതാവ് വെറുതെ എണീറ്റ് കുനിക്കൂടി ഇരുന്നെന്നല്ല പത്രോസിൻ്റെ അമ്മായിയമ്മ
അവൾ എഴുന്നേറ്റു, ശുശ്രൂഷ ചെയ്തു. നോക്കി, യേശു ഒരു സ്ഥലത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും ആ വീട്ടിൻ്റെ അവസ്ഥ? അന്നത്തെ കാലത്താണ് കേട്ടോ. കാരണം തൊട്ടു മുമ്പ് വലിയൊരു അത്ഭുതം നടക്കുക. പത്രോസിൻ്റെ വലയ്ക്കകത്ത് കുമിഞ്ഞുകൂടിയ മീൻകൂട്ടം. ആ അത്ഭുതം കണ്ട ഒരുപാട് പേർ അന്തം വിട്ട് യേശുവിൻ്റെ പിന്നാലെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വരിക. അവരെല്ലാം കൂടെ വന്നു കയറുന്നത് ഈ വീട്ടിനകത്താണ്. ആ വീട്ടിനകത്ത് രോഗിയായ പത്രോസിൻ്റെ അമ്മായിയമ്മയുണ്ട്. അവൾ എഴുന്നേറ്റ് അവർക്കെല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുക. ഓ സ്തോത്രം! ആരോഗ്യം കർത്താവ് തരും. എൻ്റെ കർത്താവിന് നിങ്ങൾക്ക് ആരോഗ്യം തരുവാൻ കഴിയും. ഏതവസ്ഥയിൽ നിങ്ങളായിരുന്നാലും, നിങ്ങളുടെ ശരീരം എത്രമാത്രം ബലഹീനമായിരുന്നാലും ആ ബലഹീനപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, അതെ നിങ്ങളെ സൗഖ്യമാക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഓ താങ്ക് ഗോഡ്! നിന്റെ തലമുറകളെ സൗഖ്യമാക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ശ്രദ്ധിക്കണമേ, 3 കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, സന്തോഷവും സമാധാനമുള്ള ഒരു ഭവനം. ഓ അത് തന്നെ ഒരു ഭാഗ്യം. അങ്ങനെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? അത് കർത്താവിന് തരുവാൻ കഴിയും. സന്തോഷവും സമാധാനവും തരും. അധ്വാനിക്കുന്നവന് അവൻ്റെ പ്രാപ്തിക്കപ്പുറമുള്ള പണം തരും. 3, ആരോഗ്യം തരും. ഇനി ഇത് 3 ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത്? ഓ താങ്ക് ഗോഡ്! ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത്? അപ്പോൾ എൻ്റെ ദൈവത്തിന് എന്തെങ്കിലും ഒരു കാര്യം അസാധ്യമായിട്ടുണ്ടോ? പ്രിയരെ, പിശാച് കാലാകാലങ്ങളിൽ വിശ്വാസികളെ അവിശ്വാസികളാക്കി തീർക്കുവാൻ തക്കവണ്ണം ഉയർത്തിവിടുന്ന അല്ലെങ്കിൽ എയ്തുവിടുന്ന ചോദ്യ ശരങ്ങളാണ്. ദൈവത്തിന് എല്ലാത്തിനും കഴിയുമോ? അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണെന്നേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്? ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം അങ്ങനെയാണ്. ദൈവം തന്നെ ചോദിക്കുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഈ ഒറ്റ ചോദ്യം മതി നിങ്ങളുടെ ചോദ്യത്തെ അസാധുവാക്കി തീർക്കാൻ. പക്ഷേ സംശയം ബാക്കിയാകും. അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആവശ്യഭാരത്തോടെ ആയിരിക്കുന്നത് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അല്ലെ, എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന സംശയം, ഈ ചോദ്യം ഉയരുവാനുള്ള സംശയം ഇതാണ്: ഞങ്ങൾ ഒത്തിരിയായി പ്രാർത്ഥിക്കുന്നു, കിട്ടിയില്ലല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയില്ലല്ലോ. പ്രിയരെ, പ്രാർത്ഥിക്കുന്നത് നമ്മളാണ്, തരുന്നത് ദൈവമാണ്. എപ്പോൾ എങ്ങനെ അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവാണ് ഈ പിശാചിൻ്റെ ചോദ്യശരങ്ങളെ, അതെ അതിനെ ഇല്ലാതാക്കി കളയുവാൻ നമുക്ക് ആവശ്യം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിയാണ്, തരുന്നത് ദൈവമാണ്. എപ്പോൾ എങ്ങനെ തരണമെന്ന് ദൈവം തീരുമാനിക്കും. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, അവൻ തരും ഏറ്റവും നല്ല സമയത്ത്. ഓ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഇനി ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ സമയത്ത് ദൈവം ഉത്തരം തരും. ഉത്തരം കിട്ടാതെ നിങ്ങൾ അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയുണ്ട്. ആ സമയത്തിനായി കാത്തിരിക്കുക. നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുമ്പോൾ നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ദൈവത്തിൻ്റെ സമയത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്ന ആ സമയത്തിനായി, എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുന്ന, എൻ്റെ കഷ്ടതയ്ക്കും കണ്ണുനീരിനും നിരാശയ്ക്കും നിലവിളിക്കും അറുതി വരുത്തുവാൻ പോകുന്ന, ലോകത്തിൽ പ്രാപിച്ച് സന്തോഷിക്കുന്ന അനേകരിൽ ഒരാളായി ഞാൻ മാറുവാൻ പോകുന്ന ആ സമയത്തിനായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അതിനു വേണ്ടിയാണ് പ്രൈസർ ഫാമിലിക്കൊപ്പം ദൈവത്തിൻ്റെ വചനം മായമില്ലാതെ മറയില്ലാതെ കേട്ട് ഭക്ഷിച്ചുകൊണ്ട്, അല്ലാതെ മായമില്ലാത്ത ഭക്ഷണമായി ഭക്ഷിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്നത്. നോക്കൂ, പ്രൈസർ ഫാമിലിയുടെ ഓരോ മെസ്സേജുകളും, ഓരോ പ്രഭാതത്തിലും നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജുകളും, പ്രഭാതമന്നെ എന്ന പേരിൽ ലഭിക്കുന്ന മെസ്സേജ്, അതിനകത്ത് വചനമല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ ബുദ്ധി അതിനകത്ത് ഞാൻ തിരികെ കയറ്റി വയ്ക്കാറില്ല. എൻ്റെ കഴിവുകളോ എൻ്റെ ആശയങ്ങളോ ഒന്നുമല്ല. വചനം എന്ത് പറയുന്നു, എല്ലാത്തിനും പരിഹാരമുണ്ട്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയാത്തൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അവിടെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും 18-ാം അധ്യായം അതിന് ഉപമരൂപത്തിൽ പിന്നെയും വിശദീകരിക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞത്: മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവൻ. 18-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ ഉപമയുടെ തുടക്കം ഇങ്ങനെയാണ്: മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥിച്ച ഉടനെയല്ല മറുപടി. ദൈവത്തിനൊരു സമയമുണ്ട്, തൻ്റെ ഭക്തന് അത് കൊടുക്കുന്ന സമയം. നിങ്ങളുടെ മക്കൾക്ക് അതതിൻ്റെ സമയത്ത്, അല്ലേ, നിങ്ങളുടെ മക്കൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? അവർ ചോദിക്കുന്നത് കൊണ്ടാണോ കൊടുക്കുന്നത്? അല്ല, അവർക്ക്
വേണ്ട സമയം അത് നിങ്ങൾക്കറിയാം, അവരെക്കാളും അവർക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം. ആ സമയത്ത് കൊടുക്കും. അതുപോലെ കർത്താവ് നിങ്ങൾക്ക് തരും. അങ്ങനെ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്നവരായി, ഉറച്ചു നിന്ന് പ്രാപിച്ചെടുക്കുന്നവരായി നിങ്ങൾ മാറട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസ് ഫോർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നവരുമാക്കി മാറ്റുവാൻ, അതേ അവിധത്തിൽ നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും പ്രൈസ് ഫോർ ഫാമിലിയുടെ സഭാരാധന 10:30 മുതൽ പ്രൈസ് ഫോർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ഫോർ ഫാമിലിയുടെ സഭാരാധനയ്ക്കൊപ്പം പങ്കുചേരുക. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ ആരാധനയിൽ പങ്കെടുക്കുക. അതല്ല, നിങ്ങളൊരു ആരാധനയ്ക്ക് പങ്കെടുക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കൂട്ടായ്മ നിങ്ങൾക്കില്ല എങ്കിൽ പ്രൈസ് ഫോർ ഫാമിലിയിലേക്ക് കടന്നു വരിക. നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുക. എന്നാൽ കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതം പ്രശാന്തമായിരിക്കുന്ന നല്ല സമയം. പല ചോദ്യങ്ങളോടെ അടിയനൊപ്പമായിരുന്നവർ അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് ഇവരോട് സംസാരിച്ചു. മറുപടിയുണ്ട്. ഇവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ അനുവദിക്കരുതേ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കണമേ. ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവരെ കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. തൊഴിൽ മേഖലമേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. തൊഴിലിടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് ജോലി കൊടുക്കണം. യേശുപ്പാ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. എല്ലാ കടഭാരങ്ങളും മാറട്ടെ കർത്താവ്. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. സ്തോത്രം. പലിശക്കടകൾ മാറിപ്പോകട്ടെ. ജപ്തി നോട്ടീസുകൾ മാറട്ടെ. കരഞ്ഞ് ഭാരപ്പെട്ട് ഭവനത്തിനകത്ത് നിന്ന് സഹിച്ചായിരിക്കുന്നവർ ആ ബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ അപ്പാ. കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. അവരെ ചേർത്ത് നിർത്തുവാൻ ചിലരെ അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. തലമുറകൾ ജനിക്കട്ടെ. വിവാഹം കഴിഞ്ഞ് ചില വർഷങ്ങളായി മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ മക്കൾ ജനിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. പഠന സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. പഠിപ്പിക്കുവാനുള്ള നന്മ മാതാപിതാക്കളുടെ കയ്യിൽ കിട്ടട്ടെ. ആ എഡ്യൂക്കേഷൻ ലോൺ കിട്ടട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. യേശുപ്പാ, അങ്ങ് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. ദാരിദ്ര്യം മാറട്ടെ. അമേൻ, അമേൻ. നിറവ് ഇവർ അനുഭവിക്കട്ടെ. ഭവനങ്ങൾക്കകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. വിടുവിക്കപ്പെടട്ടെ കർത്താവേ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവേ, സ്വന്തം ഭവനങ്ങൾ നൽകിയവരെ അനുഗ്രഹിച്ചാട്ടെ. വാടക വീടുകളെന്ന നിരാശ മാറട്ടെ. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ. വാങ്ങലുകൾ നടക്കട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവേ, അങ്ങ് സൗഖ്യമാക്കണമേ. ഇപ്പോൾ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് സൗഖ്യമാക്കണമേ. ഇപ്പോൾ സൗഖ്യമാക്കി പുറത്തു വരുവാൻ തക്കവണ്ണം സ്വർഗം കൃപ നൽകിയതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലികൾ അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. ഇക്കാമകൾ അടിച്ചു കിട്ടട്ടെ. നാട്ടിൽ കടന്നു വരുവാൻ കഴിയാതെ ഭാരത്തോടെ ആയിരിക്കുന്നു. വഴി തുറക്കണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും അധ്വാനത്തിന് ഒത്തവണ്ണമുള്ള അതിലധികമുള്ള പ്രതിഫലവും ആരോഗ്യവും നൽകി ഇവരെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസ് ഫോർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടെ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസ് ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.